വെറുതെ ഇരുന്ന് സമയം കളഞ്ഞു എന്നുള്ള റിഗ്രറ്റ് കാരണം നാളെന്തായാലും പ്രൊഡക്റ്റീവായിട്ട് തുടങ്ങണം, വെറുതെ സമയം കളയരുത് എന്നൊക്കെ ആഗ്രഹിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. അതുകൊണ്ട് തന്നെ എണീറ്റപ്പോ 8:30 മണിയായിരുന്നു. വളരെ നേരത്തെ ആയിരുന്നു. കുറച്ചും കൂടി നേരത്തെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിബന്ധത്തിൽ വെയിലാറ്റിട്ടാണ് അവിടെ പെമ്പിള്ളേരൊക്കെ എണീക്കണേന്ന് വെച്ചാൽ അമ്മയുടെ ഒന്നല്ല കിട്ടിയാനായിരുന്നു. എന്തായാലും ഇന്നത്തേക്ക് അത് മിസ്സായിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ ആവാൻ ബാക്കി. അങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ നേരം വൈകി ഞാൻ കഥ പറഞ്ഞല്ലോ എണീക്കാൻ. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റീവായിട്ട് രാവിലെ തന്നെ പാത്രം കഴുകി തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഒരു കാര്യം ഇപ്പോഴേ ഡിസ്ക്ലൈമർ പറയുന്നു, ഞാനിത് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമല്ല. വല്ലപ്പോഴും ആണ്ടിലോ കൊല്ലത്തിലോ സംക്രാന്തിക്കോ ഒക്കെ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. കണ്ടപ്പോ അടിവയറ്റിൽ മഞ്ഞുള്ള രാത്രി കണ്ടപ്പോ അയ്യോ നെഞ്ചിലൊരാണി കൈവിരിയുള്ള കലവാണി കുന്തള കണ്ടപ്പോ കുറച്ചുകൂടി പാടിയിരുന്നെങ്കിൽ അമ്മയുടെ ഒന്ന് മിസ്സായ സാധനം കിട്ടിയാനായിരുന്നു. അല്ലെങ്കിലും കഴിവുള്ള ഒരു ലോകം അംഗീകരിക്കില്ലല്ലോ. ബാക്കിയൊക്കെ ഞാൻ പാത്രം കഴുകിയിട്ടാണ് ആ വിഷമം മൊത്തം തീർത്തത്. അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം എന്റെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ടോ അപ്പത്തിന് ഒടുക്കത്തെ വിശപ്പായിരുന്നു. കുറെ ദിവസത്തിന് ശേഷം പ്രൊഡക്റ്റീവ് ആവാന്ന് ചിന്തിച്ചുകൊണ്ടാണോ എന്നറിയില്ല, ഒടുക്കത്തെ വിശപ്പായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കുറെ നേരം ടി വി കണ്ടിരുന്നു കേട്ടോ. ഞാൻ പ്രൊഡക്റ്റീവ് ആവുന്ന കാര്യം മറന്നുപോയായിരുന്നു. അതുകൊണ്ട് എന്നെ എന്തെങ്കിലും ചെയ്യണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടായിരുന്ന ഫ്ലാക്സ് സീഡൊക്കെ ഇട്ട് തിളപ്പിക്കുകയാണ്. ഉലുവയും ഫ്ലാക്സ് സീഡും കൂടിയാണ് തിളപ്പിക്കുന്നത്. ഹെയർ പാക്ക് ആണ് ഉദ്ദേശിച്ചത്. അത് അവിടെ തിളക്കുന്ന സമയം കൊണ്ട് ഞാൻ എന്റെ മരുന്നൊക്കെ കഴിക്കുകയാണ്. ഞാൻ ഏതൊക്കെയോ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഫ്ലാക്സ് സീഡും നമ്മുടെ ഈ പറയുന്ന ഉലുവയും ഒരുമിച്ചിട്ട് തിളപ്പിച്ചിട്ടുള്ള ആ ഒരു ജെല്ലുണ്ടല്ലോ, ഹെയറിൽ തേച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ഷൈനിങ് ആയിട്ട് കിടക്കും എന്നൊക്കെ ഹെയർ. അതൊരു പ്രാവശ്യം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ആ ഫ്ലാക്സ് സീഡ് യൂസ് ചെയ്ത്. അതിന്റെ റിസൾട്ട് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും അത് അവിടെ തിളക്കുന്ന സമയം കൊണ്ട് മരുന്നും കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് അവിടെ മേശപ്പുറൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ക്ലീൻ ചെയ്ത് ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി എന്നുള്ള രീതിയിൽ ഓരോ നീളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ആ ഫ്ലാക്സ് സീഡിന്റെ ജെല്ലുണ്ടായിരുന്നേ. മേശപ്പുറം അടക്കിപ്പറക്കി കഴിഞ്ഞപ്പോഴത്തേനും അമ്മച്ചി ഒരു തോക്ക് കൈ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് ആ മറമ്പലൊക്കെ വൃത്തിയാക്കിക്കോളെ. നമ്മുടെ പോരാളി പറഞ്ഞ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മൊത്തം കർട്ടനൊക്കെ അതുകൊണ്ട് ക്ലീൻ ചെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് പണികൾ വരുന്നു. അടുത്ത പണിയായിരുന്നു ഇത്. ഇനി അത് അടക്കി പറക്കി വെക്കലാണ് കേട്ടോ ഇനി അടുത്ത പണി. എല്ലാവരും എന്നെ പോലെ പ്രൊഡക്റ്റീവ് ആവുന്നേ. അപ്പൊ ശരി.